ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഞാൻ നെവിൻ ബിജു, CSI ക്രൈസ്റ്റ് ചർച്ച് എളംകുളം സഭാംഗമാണ്. ജേണി ത്രൂ ദ സാംസിൻ്റെ 80-ാം ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 49 10 മുതൽ 20 വരെ. കോരഹ് പുത്രന്മാരുടെ സങ്കീർത്തനമാണിത്. നമ്മുടെ സമ്പത്തിൽ ആശ്രയം വയ്ക്കുന്നവരുടെ അവസാനത്തെക്കുറിച്ചാണ് ഈ വാക്യത്തിൽ പ്രതിപാദിക്കുന്നത്. ഈ സങ്കീർത്തനത്തിൽ ദുഷ്ടന്മാരോടും നീതിമാനോടും ദൈവം ഇടപെടുന്നത് എങ്ങനെയെന്ന വ്യത്യാസം ചൂണ്ടിക്കാണിക്കുന്നു. 10-ാം വാക്യത്തിൽ ജ്ഞാനികൾ മരിക്കുകയും മൂഢനും മൃഗപ്രായനും ഒരുപോലെ നശിക്കുകയും തങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വിട്ടേച്ചു പോവുകയും ചെയ്യുന്നത് കാണുന്നുവല്ലോ. നമ്മൾ എത്ര ധനം സമ്പാദിച്ചാലും ഒരിക്കൽ എല്ലാം വിട്ടിട്ട് പോകണം. നമുക്ക് നമ്മുടെ ധനം കൊണ്ട് രക്ഷ വിലയ്ക്ക് വാങ്ങുവാൻ സാധിക്കുകയില്ല. മറ്റാരെയും പോലെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരും മണ്ണിലേക്ക് മടങ്ങും. നാം എല്ലാം ചിന്തിക്കുന്നത് യുഗങ്ങളായി ഇവിടെ ജീവിക്കുമെന്നാണ്. അവരെ പാതാളത്തിന് ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു. മൃത്യു അവരെ മേയിക്കുന്നു. നേരുള്ളവർ പുലർച്ചയ്ക്ക് അവരുടെ മേൽ വാഴും. അവരുടെ രൂപം ഇല്ലാതെയാകും. ഈ വാക്യത്തിൽ പാതാളം എന്ന് പറയുന്നത് മരിച്ചവരുടെ ലോകമാണ്. ധനവാന്മാർ അവിടെ ആടുകളെപ്പോലെ മേയ്ക്കപ്പെടുന്നു എന്നാണ്. ദൈവത്തിന് മാത്രമേ നമ്മുടെ ആത്മാവിനെ വീണ്ടെടുക്കുവാൻ കഴിയുകയുള്ളൂ. 20-ാം വാക്യത്തിൽ മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. ഒരു മനുഷ്യൻ ഒരു മൃഗം പോലും ചെയ്യാത്ത പ്രവൃത്തി ചെയ്താൽ മനുഷ്യൻ മൃഗത്തേക്കാൾ അധപ്പതിച്ച അവസ്ഥയിൽ കാണുന്നു. എന്നാൽ മനുഷ്യനെ മനുഷ്യത്വം നൽകി അവനെ ഒരു യഥാർത്ഥ മനുഷ്യനായി കാണുവാനാണ് ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. നാം ഒരു മൃഗത്തെ പോലെ മൃഗമായി ജീവിക്കാനല്ല, നാം ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനായി തന്നെ ജീവിക്കുവാൻ ദൈവം എല്ലാ മാർഗവും തന്നിട്ടുണ്ട്. നമ്മളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവെ, ഞങ്ങളുടെ ദിനത്തിൽ ആശ്രയിക്കാതെ ദൈവം നന്മയിൽ ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ദൈവമേ, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനായി ജീവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.